പർദ്ദ ധരിച്ച യുവതിക്കൊപ്പം ഹിന്ദു യുവാവ് ഇരുന്നു എന്നതിന്റെ പേരിൽ സദാചാരം ചമഞ്ഞ് രംഗത്ത് വന്ന 4 ആങ്ങളമാരെ തൂക്കി പോലീസ്. പർദ്ദ ധരിച്ച യുവതിക്കൊപ്പം ഹിന്ദു യുവാവ് സ്കൂട്ടറിൽ ഇരുന്നു എന്നതിന്റെ പേരിലാണ് ഈ മുസ്ലിം യുവാക്കൾ രംഗത്ത് വന്നിരിക്കുന്നതും. അതുപോലെ മുഹമ്മദ് മൊഹിസിൻ, മുഹമ്മദ് മൻസൂൺ, അതുപോലെ തന്നെ മുഹമ്മദ് അഫ്രീദി, വാസിം ഖാൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതും. പർദ്ദ ധരിച്ച് നീ ഹിന്ദു യുവാവിനൊപ്പം ഇരിക്കുന്നോ? നാണമില്ലേ? കുടുംബത്തിന്റെ അഭിമാനം എന്താകും എന്നൊക്കെയാണ് ഇവർ ആക്രോശിച്ചുകൊണ്ട് ഈ സദാചാര ആങ്ങളമാർ ചോദിക്കുന്നതും. ഇതോടെ തന്നെ സ്കൂട്ടറിലിരുന്ന യുവാവിനെയും യുവതിയെയും 4 അംഗ സംഘം വളയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിരിക്കുന്നതും. നീ എന്തിനാണ് പർദ്ദ ധരിച്ച് ഹിന്ദു യുവാവിനൊപ്പം സ്കൂട്ടറിൽ ഇരിക്കുന്നത്? നിനക്ക് നാണമില്ലേ എന്നും നിന്റെ കുടുംബത്തിന്റെ അഭിമാനം എന്താകുമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇവർ സദാചാര ഗുണ്ടായിസം നടത്തിയത്. തുടർന്ന് കുടുംബത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ച് ഇവർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധിച്ച യുവതിയാകട്ടെ ഇത് തന്റെ സഹപാഠിയാണ് എന്നും എന്തിനാണ് തനിക്കൊക്കെ കുടുംബത്തിന്റെ ഫോൺ നമ്പർ തരണമെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതോടെ തന്നെ യുവാവിന് നേരെ തിരിഞ്ഞ സംഘമാകട്ടെ നീ എന്തിനാണ് അന്യമതത്തിൽപ്പെട്ട യുവതികളെ കാണാൻ എത്തുന്നതെന്ന് ആക്രോശിക്കുകയായിരുന്നു ചെയ്തതും. യുവാവിനെ ആക്രമിച്ച സംഘം വീഡിയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. യുവതിയുടെ പരാതിയിലാണിപ്പോൾ പോലീസ് 4 പേരെയും പിടികൂടിയിരിക്കുന്നതും. ഇത്തരം നടപടികൾ വെച്ചു പൊറപ്പിക്കാനാകില്ല എന്നാണ് മന്ത്രി പ്രിയങ്ക ഖാർഗെ വ്യക്തമാക്കുന്നതും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇവർ തെളിയിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ അവരുടെ സ്വന്തം സമുദായത്തിനുള്ളിൽ പോലും സുരക്ഷിതരല്ല എന്നത്. അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവിനോട് സൗഹൃദപരമായി ഇടപഴകാൻ പോലും ഇക്കൂട്ടർ അനുവദിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഇവിടെ ഹിന്ദു യുവതികളെ പ്രണയം നടിച്ചുകൊണ്ട് ലവ് ജിഹാദിലേക്ക് തള്ളിവിടുന്നതിൽ ഒരു കുഴപ്പവും ഇക്കൂട്ടറുടെ കണ്ണിൽ കാണുകയുമില്ല. പക്ഷേ സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ മറ്റാരും നോക്കുവാനും സംസാരിക്കുവാനും പാടില്ല എന്നൊരു നയമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ സദാചാരവാദികളായി നാട്ടിൽ കലാപം സൃഷ്ടിക്കുവാൻ പോലും മടിക്കാത്തവരാണ് ഈ മുസ്ലിം യുവാക്കൾ എന്നാണ് പൊതുജന അഭിപ്രായം. ഇവർ അപകടകാരികളാണ്. നമ്മുടെ മക്കളെ എങ്ങനെയാണ് മനസമാധാനത്തോടെ പഠിക്കാൻ അയക്കുകയെന്നും ഹിന്ദുക്കളുടെ മേൽ ഇവർ നിരന്തരം ആക്രമിക്കാനുള്ള ഒരു പ്രവണതയെക്കുറിച്ചും അത് കുറച്ചു നാളായി കണ്ടുവരുന്നതായും ഇവർ വ്യക്തമാക്കുന്നു. മതസൗഹാർദ്ദം പറയുന്നവർ തന്നെയാണ് മതത്തിന്റെ പേരിൽ ഇപ്പോൾ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും. തങ്ങളുടെ സമുദായത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ബഹുമാനവും നൽകുന്നുണ്ട് എന്നതാണ് ചില മതപണ്ഡിതന്മാരും പ്രഭാഷകരും ഒക്കെ തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ ചതി മറ്റൊന്നാണ്. ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ മറവിൽ സ്ത്രീകൾക്ക് നേരെ കൊടും പീഡനങ്ങളാണ് അവർ അനുഭവിക്കുന്നതും. അതുപോലെ തന്നെ സ്വതന്ത്രമായി അവർക്ക് ഒന്ന് പുറത്തിറങ്ങാൻ അതിനുപോലും സാധിക്കാത്ത നിലയിലാണിപ്പോൾ ഉള്ളതും. അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇസ്ലാം മത പ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ മകൻ ഷെയ്ഖ് ഫാരിഖ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ എല്ലാവരും തന്നെ ബഹുമാനിക്കപ്പെടുന്നുണ്ട് എന്നതായിരുന്നു ഇയാൾ അവകാശപ്പെട്ടത്. എന്നാൽ ഇന്നും മുസ്ലിം മതത്തിൽ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും. മതപ്രഭാഷകൻ സാക്കിർ നായിക് തങ്ങളുടെ പീസ് ടിവിയിലൂടെ ഇസ്ലാം മതസ്ഥരെ തെറ്റുധരിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ അഴിച്ചുവിടുന്നതും. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ടിവി നിരോധിച്ചതുമാണ്. അടുത്തിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ എതിർക്കണമെന്ന് സാക്കിർ നായിക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നതും. ഇന്ത്യൻ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തു എന്നതായിരുന്നു സാക്കിർ നായിക് പറഞ്ഞത്. നിർദ്ദിഷ്ട നിയമം ദുഷ്ഫലങ്ങൾ നൽകുന്നുണ്ടേ എന്നും അത് പരിശോധിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് തങ്ങളുടെ നിരാകരണങ്ങൾ അയക്കാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് വലിയ വിവാദങ്ങളാണ് വഴിവെച്ചതും. ഒരു ഓൺലൈൻ പെറ്റീഷനിലേക്ക് ഒരു QR കോഡും ഒരു URL-ഉം പങ്കിട്ടുകൊണ്ട് കുറഞ്ഞത് 5 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളെങ്കിലും സെപ്റ്റംബർ 13-നകം തന്നെ തങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്നതായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തതും. അതേസമയം ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാരാണ് വീണ്ടും വീണ്ടും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി വഴിവെക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.